ലോകം വളരെ ആശങ്കയോടുകൂടി തന്നെയാണ് ഈ വാർത്ത കേൾക്കുകയും ഇതിൻ്റെ തുടർ നടപടികൾ കാത്തിരിക്കുകയും ചെയ്യുന്നത്. അതിവേഗത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടാകുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നു. പക്ഷേ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ ആക്രമിച്ച സ്ഥിതിക്ക് അതിനുള്ളൊരു മറുപടി ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. ഇറാനിലെ തലസ്ഥാനമായ ടെഹ്റാനിലെ ജംഹൂരി സ്ക്വയർ, ഒപ്പം തന്നെ ഹസൻ അബ്ബാസ് സ്ക്വയർ, ഈ രണ്ടിടങ്ങളിൽ ആക്രമണമുണ്ടായി എന്നതാണ്. രണ്ട് നിശ്ചല ദൃശ്യങ്ങൾ അല്ലെങ്കിൽ 2 സ്റ്റിൽസ് മാത്രമാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുകപടലങ്ങൾ ഉയരുന്ന ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ശ്രീ ടി.പി. ശ്രീനിവാസൻ ഇപ്പോൾ ടെലിഫോണിലുണ്ട്. സർ, വീണ്ടും ഒരു യുദ്ധ സാഹചര്യം വന്നിരിക്കുന്നു. ഇതൊരു ഇസ്രായേലിൻ്റെ ഭാഗത്തുള്ള ഈ ഇടപെടലിനെ എങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയും? ഒരു സമാധാന വഴിയിൽ അതിനെ തകർക്കുന്ന ഒരു ഇടപെടലല്ലേ ഇത്? അതെ, ഇത് തീരെ പ്രതീക്ഷിച്ചതല്ല. ടോക്സ് നടക്കുന്നതല്ലേ ഉള്ളൂ. ജനീവയിൽ സംസാരം നടക്കുന്നത് ന്യൂക്ലിയർ കാര്യങ്ങളിൽ. അപ്പോൾ അതൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടാണ് അമേരിക്കയായിരിക്കും യുദ്ധം ചെയ്യുന്നതൊക്കെയാണ്. അപ്പോൾ ഇത് വളരെ ഒരു അതിശയകരമാണ്. എന്താണ് സ്ട്രാറ്റജി എന്ന് മനസ്സിലാകുന്നില്ല. ഒരിക്കലും അപ്രതീക്ഷിതമായിട്ട് ആക്രമിക്കുമ്പോഴാണല്ലോ അവർക്ക് കൂടുതൽ പ്രയോജനം കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ അപകടം പിടിച്ച സ്ഥിതിയാണ്. പക്ഷെ അമേരിക്ക ഡയറക്റ്റായിട്ട് ഇൻവോൾവ് അല്ലെങ്കിൽ അതിന് വ്യത്യാസമുണ്ട്. ഇസ്രായേലിൽ ആക്രമിച്ചിട്ട് ഇത് തിരിച്ചു പോരുകയാണ്. അല്ലാതെ അപ്പോൾ ഒരു വലിയ യുദ്ധത്തിന് കാരണമാകാതെ ഈ അറ്റാക്ക് കൊണ്ട് നമുക്ക് ഒരു കൗണ്ടർ അറ്റാക്ക് ഉണ്ടായേക്കും. പക്ഷെ ഒരു വേൾഡ് വാറിലൊക്കെ അല്ലെങ്കിൽ ലിമിറ്റഡ് റീജിയണൽ വാറിലൊക്കെ പോകുന്നതായിരുന്നു ഭയം, അമേരിക്ക ഇൻവോൾവ് ആണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പക്ഷേ ലെസർ ഈവിൾ ആണെന്ന് തോന്നുന്നു. ഒരു സ്ട്രൈക്ക് നടത്തിയിട്ട് മറ്റവരുടെ കൗണ്ടർ സ്ട്രൈക്കായിട്ട് അവൻ അവസാനിക്കുമായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിക്കാം. പക്ഷേ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഈ ഒരു നേർക്കുനേർ അതന്നെ ചർച്ച നടക്കുകയല്ലേ. ജനീവയിൽ ചർച്ച നടക്കുമ്പോൾ ചെയ്തെന്താണെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പൊ അതിലൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ, സമ്മതിച്ചില്ലെങ്കിൽ എന്നായിരുന്നല്ലോ വിചാരിച്ചിരുന്നത്. നിലയിലുള്ള ഒരു തിരിച്ചടിയും പ്രതീക്ഷിക്കണം അല്ലേ? തീർച്ചയായിട്ടും ഇറാൻ തീർച്ചയായിട്ടും തിരിച്ചടിക്കും. പക്ഷെ അതൊരു ലിമിറ്റഡ് വാർ ആയിരിക്കും. ഇത് ഈ അർമേനിയൊക്കെ പോയി അവിടെ കാത്തിരിക്കാല്ലേ ഷിപ്പൊക്കെ. അങ്ങനെ അമേരിക്കയാണ് അറ്റാക്ക് ചെയ്തിരുന്നതെങ്കിൽ ഒരു ഡിഫറെന്റ് ക്വാളിറ്റി ആയിരുന്നു.